നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിലെ SSCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ലായനികൾ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. LDC, LGS അതുപോലെ തന്നെ LPUP എല്ലാ എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഭാഗമാണ് SSCRT പാഠപുസ്തകങ്ങൾ. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ SSCRT കവർ ചെയ്യേണ്ടേ, അതിനുവേണ്ടി പാഠഭാഗം വായിച്ച് സമയം കളയുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഇതുപോലെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളായതുകൊണ്ട് PSCക്ക് ചോദിക്കാനും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതെ നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പരീക്ഷ അടുത്തു. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പഠിക്കുന്നുണ്ടല്ലോടാ മക്കളെ? അപ്പോൾ നന്നായി പഠിക്കുക. ഇനി നമുക്ക് അത്രേ ദിവസങ്ങളുള്ളൂ അല്ലേ? 30 ഒരു 50 ഒക്കെ ദിവസങ്ങളെ നമുക്കുള്ളൂ. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ നന്നായി പഠിച്ച് വളരെ കോൺഫിഡൻസോടു കൂടി LDC, LGS എക്സാമൊക്കെ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: സാധാരണയായി ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകം ഏതായിരിക്കും? ലീനമായിരിക്കും അല്ലേ? അപ്പം നമുക്കെല്ലാവർക്കും ലായനി എന്താണെന്നറിയാം. എന്താണ് ലായനി? നമ്മൾ ഉപ്പ് ലായനി, പഞ്ചസാര ലായനിയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലായാലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? എന്താണ് ലായനി? അതായത് ജലം എന്ന് പറയുന്ന ലായകത്തിലേക്ക് നമ്മൾ എന്ത് ചേർക്കും? ഒരു ലീനം ചേർക്കും. അതായത് ഉപ്പ്, പഞ്ചസാര, അതൊക്കെയാണ് ലീനം. അപ്പോൾ അത് വളരെ കുറഞ്ഞ അളവിലായിരിക്കും. അപ്പോൾ അത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി? ലായനിയായി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഉപ്പ് ലായനിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉപ്പ് എന്നത് ലീനമായിരിക്കും, ജലം എന്നത് ലായകമായിരിക്കും. പിന്നെ അത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞ മിശ്രിതത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ലായനി എന്ന് പറയുക. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ മാത്രം ഓർമ്മിച്ച് ഓരോ സാധനങ്ങളുടെയും പേര് പഠിച്ചു വെക്കുക. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്ന ലീനം വളരെ കുറഞ്ഞ അളവിലായിരിക്കും അല്ലേ? പിന്നെയോ ലായകം എന്ന് പറയുന്ന ജലമായിരിക്കും വളരെ കൂടുതലുണ്ടാവുക. അപ്പോൾ സാധാരണയായി ഒരു ലായനിയിൽ കൂടിയ അളവിലുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലായകമായിരിക്കും, അതായത് ജലമായിരിക്കും. ഇനി ഏറ്റവും കുറഞ്ഞ അളവിലുള്ളത് ലീനമായിരിക്കും. ഇത് ലയിച്ചു ചേർന്നതിന് എന്താണ് പറയുക? ലായനി എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ജലീയ ലായനിയിൽ ഏതളവിലായാലും ജലം തന്നെയാണ് ലായകം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ജലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ലായകം എന്ന് പറയുക. ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ള ലായനിക്ക് ഡാഷ് കൂടുതലായിരിക്കും. എന്ത് കൂടുതലായിരിക്കും? ഗാഢത കൂടുതലായിരിക്കും അല്ലേ? ലീനം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ലയിപ്പിക്കുന്നത്, അതായത് ഉപ്പ്, പഞ്ചസാര, അതൊക്കെയാണ് ലീനം. അപ്പോൾ ഈ ലീനത്തിൻ്റെ അളവ് വളരെ കൂടുതലായി കഴിഞ്ഞാൽ ആ ലായനിക്ക് എന്ത് കൂടുതലായിരിക്കും? ഗാഢത കൂടുതലായിരിക്കുമെന്ന് പഠിച്ചു വെക്കുക. അടുത്ത പോയിൻ്റാണ്, ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ്. എന്താണ്? മാസ് പെർസെൻറ്റേജ് അല്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലീനത്തിൻ്റെ മാസ് ഇൻറ്റു 100 ലായനിയുടെ മാസ്. ഈ ഒരു സൂത്രവാക്യം ഒന്ന് പഠിച്ചു വെക്കുക. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലീനത്തിൻ്റെ മാസ് ഇൻറ്റു 100 ലായനിയുടെ മാസ്. അപ്പോൾ അടുത്ത പോയിൻ്റ്, ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ, അതായത് 1 മില്യൺ ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ. മനസ്സിലായോ? ppm എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പാർട്സ് പെർ മില്യൺ അഥവാ ppm. ലായനിയുടെ ഗാഢത സൂചിപ്പിക്കാനുള്ള മറ്റു ചില തോതുകളാണ് വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, നോർമാലിറ്റി. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്, മാറിപ്പോകരുത്. ലായനിയുടെ ഗാഢത സൂചിപ്പിക്കാനുള്ള മറ്റു ചില തോതുകളാണ് വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, നോർമാലിറ്റി. അതൊന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് പോയിൻ്റ്, വളരെ കുറഞ്ഞ അളവിലടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാർട്സ് പെർ മില്യൺ. അത് നമ്മൾ പഠിച്ചു അല്ലേ? അടുത്തത്, ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ്
ലായനിയുടെ ഗാഢത. അപ്പോൾ ലീനം കൂടുതലാണെങ്കിൽ ഗാഢത കൂടുതലായിരിക്കും, ലീനം കുറവാണെങ്കിൽ ഗാഢത കുറവായിരിക്കും. അപ്പോൾ ലീനത്തിൻ്റെ അളവ് കുറഞ്ഞ ലായനിയാണ് നേർത്ത ലായനി. ലീനത്തിൻ്റെ അളവ് കൂടിയ ലായനിയോ ഗാഢലായനി അല്ലേ. അത് നമുക്ക് മനസ്സുകൊണ്ട് ഓർമ്മിച്ചാൽ തന്നെ കിട്ടും. പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് പൂരിത ലായനി. ഇതൊന്ന് പഠിച്ചു വെക്കണം, PSC ചോദിച്ചിട്ടുണ്ട്. പരമാവധി ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് പൂരിത ലായനി. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എത്രയാണ്? 4 ppm ആണ് അല്ലേ, പാർട്സ് പെർ മില്യൺ. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവാണ് 4 ppm. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനകത്തിൻ്റെ ആ ലായകത്തിലെ ലേയത്വം. മനസ്സിലായോ? അതായത് ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കണം, അതായത് പൂർണ്ണമായും ലയിപ്പിക്കണം അല്ലേ. പൂർണ്ണമായും ലയിപ്പിച്ച ലായനിയാണ് നമ്മൾ പൂരിത ലായനി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ആ ലായകത്തിലെ ലേയത്വം. മനസ്സിലായോ? അടുത്ത പോയിന്റ്, പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. അപ്പോൾ ഒരു ലായനിയിൽ പൂർണ്ണമായും ലീനം ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ അത് പൂരിത ലായനിയായി. അപ്പോൾ പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് എന്ത് പറയുക? അതിപൂരിത ലായനി എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ്, ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ഏതൊക്കെയാണ് ലേയത്വത്തെ സ്വാധീനിക്കുന്നത്? ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ലീനത്തിൻ്റെ സ്വഭാവം, അതുപോലെ തന്നെ താപനില അല്ലേ. ലീനത്തിൻ്റെ സ്വഭാവവും താപനിലയുമാണ് ലേയത്വത്തെ സ്വാധീനിക്കുന്നത്. അടുത്ത പോയിന്റാണ്, ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ അത്തരം മിശ്രിതം എന്താണ് അറിയപ്പെടുക? ഏകാത്മക മിശ്രിതം എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെക്കുക, എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. പ്രസ്താവന രീതിയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ് എന്ന് പഠിച്ചു വെക്കുക. അടുത്തത്, പഞ്ചസാര ലായനി, ഉപ്പു ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം എന്നിവ ഏതുതരം മിശ്രിതമാണ്? അതും ഏകാത്മക മിശ്രിതമാണ്. പഞ്ചസാര ലായനിയിൽ ഒരു വസ്തു മാത്രം, ഒരു ലീനം മാത്രമേ അടങ്ങിയിരിക്കൂ അല്ലേ. അപ്പോൾ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. ഉപ്പു ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം എന്നിവ എന്ത് മിശ്രിതമാണ്? ഏകാത്മക മിശ്രിതമാണ് എന്ന് പഠിച്ചു വെക്കും. ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയാത്ത മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. അതായത് അതിലെ ഘടകങ്ങളെ, ആ മിശ്രിതത്തിലെ ഘടകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയില്ല. അത്തരം മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം. ഇനി നമുക്ക് ഭിന്നാത്മക മിശ്രിതം എന്താണെന്ന് നോക്കാം. ഉപ്പും മണലും ചെളിവെള്ളം തുടങ്ങിയവയ്ക്ക് ഭിന്നാത്മക മിശ്രിതമാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ നമ്മൾ എന്താണ് പറയുക? ഭിന്നാത്മക മിശ്രിതം എന്നാണ് പറയുക. ഇപ്പോൾ ഉപ്പും മണലും ചേർന്ന മിശ്രിതം, അല്ലെങ്കിൽ ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം, അതിലൊക്കെ എല്ലാ ഘടകങ്ങളും എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ചില ഭാഗത്ത് പോയി നിൽക്കും, അല്ലെങ്കിൽ ചില സൈഡിലൊക്കെ നമുക്ക് മണ്ണെണ്ണ പോയി പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന ഒരു മിശ്രിതമല്ലല്ലോ അത്. അപ്പോൾ അങ്ങനെയുള്ള മിശ്രിതത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം. അടുത്തത്, ഘടക കണങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയുന്ന മിശ്രിതമാണ് ഭിന്നാത്മക മിശ്രിതം. നമുക്കിപ്പോൾ ഉപ്പും മണലും ചേർന്ന മിശ്രിതത്തിൽ ഉപ്പും മണലും ഒക്കെ മണലിന് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. ഉപ്പും മണലും ചേർന്ന മിശ്രിതമാകുമ്പോൾ നമുക്ക് രണ്ടും വേർതിരിച്ച് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഘടക കണങ്ങളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന മിശ്രിതമാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് ഓർമ്മിച്ച് വെക്കുക. ശക്തമായ പ്രകാശബീം കടത്തിവിടുമ്പോൾ ലായനിയിൽ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല. ശക്തമായ പ്രകാശബീം കടത്തിവിടുമ്പോൾ ലായനിയിൽ എന്ത് ദൃശ്യമല്ല? പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാവുകയില്ല. എന്നാൽ ശക്തമായ പ്രകാശബീം കടത്തിവിടുമ്പോൾ കൊളോയിഡിൽ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. ലായനികളൊക്കെ നമ്മൾ പറഞ്ഞു ഏകാത്മക മിശ്രിതങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. ഈ ഏകാത്മക മിശ്രിതത്തിലൂടെ പ്രകാശം കടത്തിവിടുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? പ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതിലെ കണങ്ങളെല്ലാം വളരെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ
ശക്തമായ പ്രകാശബീം കടത്തിവിടുമ്പോൾ കൊളോയിഡിൽ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. കൊളോയിഡ് എന്ന് വെച്ചാൽ ഭിന്നാത്മക മിശ്രിതമാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്രകാശത്തിൻ്റെ പാത കാണാൻ പറ്റുമെന്ന് പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റാണ്, ലായനിയിലെ കണികകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ലീനകണികകളുടെ വലിപ്പം വളരെ കുറവായതുകൊണ്ട്. ലീനകണികകളുടെ വലിപ്പം വളരെ കുറവായതുകൊണ്ടാണ് ലായനിയിലെ കണികകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. ലായനികളിൽ പ്രകാശബാധ കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സൂക്ഷ്മകണികകൾക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ലായനികളിൽ സൂക്ഷ്മകണികകളായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സൂക്ഷ്മകണികകൾക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലായനികളിൽ എന്ത് കാണാത്തത്? പ്രകാശബാധ നമുക്ക് ദൃശ്യമാകാത്തത്. നെക്സ്റ്റ് പോയിന്റ്, കൊളോയിഡുകളിൽ പ്രകാശബാധ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട്? വലിപ്പം കൂടിയ ലീനകണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു. അപ്പോൾ വലിപ്പം കൂടിയ കണികകളാണ് ഇതിലുണ്ടാവുക, കൊളോയിഡിലുണ്ടാവുക അല്ലെ, ഭിന്നാത്മക മിശ്രിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ വലിപ്പം കൂടിയ ലീനകണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു എന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കാം. അടുത്ത പോയിന്റാണ്, സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവക്ഷിപ്തമാകുന്ന മൂലകം ഏതാണ്? സൾഫർ ആണ് അല്ലേ. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവക്ഷിപ്തം, അതായത് അടിയിൽ അടിഞ്ഞു കിടക്കുന്ന മൂലകമാണ് സൾഫർ. മാർക്കറ്റിൽ ലഭ്യമായ ജ്യൂസുകളും പാനീയങ്ങളും ദീർഘകാലം അടിയാതെ നിലനിർത്തുന്നതിന് പാനീയങ്ങളിൽ ചേർക്കുന്ന വസ്തുക്കളാണ് സ്റ്റെബിലൈസറുകൾ. സ്റ്റെബിലൈസറുകൾ എന്തിനാണ് ചേർക്കുന്നത്? നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന ജ്യൂസുകളൊക്കെ ഉണ്ടല്ലോ, ജ്യൂസുകളും പാനീയങ്ങളും, അതായത് ടിന്നിലൊക്കെ വരുന്ന ജ്യൂസുകൾ പാനീയങ്ങളും ദീർഘകാലം അടിയാതെ നിലനിർത്തുന്നത് ഏതാണ്? സ്റ്റെബിലൈസറുകൾ ചേർക്കുന്നത് കൊണ്ടാണ് എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പോയിന്റ്, ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസറ്റേറ്റ്, ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ് എന്ന് ചോദിച്ചാൽ അത് സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണമാണ്. ഇതൊക്കെയാണ് നമ്മൾ ജ്യൂസിലൊക്കെ ചേർക്കുന്നത്. ഏതൊക്കെയാണ്? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസറ്റേറ്റ്, ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് കൃത്രിമ പാനീയങ്ങൾ ആകർഷകമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കളുടെ ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ടാർട്രാസിൻ എന്ന രാസവസ്തു എന്തിനാണ് ചേർക്കുന്നത്? ഭക്ഷ്യപദാർത്ഥത്തിലാണ് ചേർക്കുന്നത് അല്ലേ, നിറം നൽകാൻ വേണ്ടി. ഇനി എറിത്രോസിൻ ചേർക്കുന്നത് ഭക്ഷ്യപദാർത്ഥത്തിൽ തന്നെയാണ്, അതും ചുവപ്പ് നിറം നൽകാൻ വേണ്ടിയാണ്. ടാർട്രാസിൻ എന്തിനാണ്? മഞ്ഞ നിറം നൽകാൻ വേണ്ടിയാണ്. എറിത്രോസിൻ ചേർക്കുന്നത് ചുവപ്പ് നിറം നൽകാൻ വേണ്ടിയാണ്. അടുത്തത് വാനിലിൻ എന്തിനാണ് ഭക്ഷ്യപദാർത്ഥത്തിൽ ചേർക്കുന്നത്? രുചി കൂട്ടാൻ വേണ്ടിയാണ്. ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയത്തിലാണ് ചേർക്കുക. എന്തിനാണ്? പുളിരുചി കൂട്ടാൻ വേണ്ടി. അപ്പോൾ പാനീയങ്ങൾക്ക് പുളിരുചി കൂട്ടാൻ വേണ്ടി ഏത് രാസവസ്തുവാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോസ്ഫോറിക് ആസിഡ് ആണെന്ന് പഠിച്ചു വെക്കുക. അലൈൽ ഹെക്സനോയേറ്റ് ചേർക്കുന്നത് എന്തിനാണ്? പൈനാപ്പിളിൻ്റെ സുഗന്ധം ലഭിക്കാൻ വേണ്ടി. അപ്പോൾ പൈനാപ്പിളിൻ്റെ സുഗന്ധം ലഭിക്കുന്നതിനുള്ള രാസവസ്തു ഏതാണ്? അലൈൻ ഹെക്സനോയിറ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ടാർട്രാസിനൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ടാർട്രാസിൻ മഞ്ഞ നിറം നൽകാൻ വേണ്ടിയാണ്. എറിത്രോസിൻ ചുവപ്പ് നിറം നൽകാൻ വേണ്ടി. വാനിലിൻ രുചി കൂട്ടാൻ വേണ്ടിയാണ്. ഫോസ്ഫോറിക് ആസിഡ് പുളിരുചി കൂട്ടാൻ പാനീയത്തിൽ ചേർക്കുന്നതാണ്. പിന്നെ പൈനാപ്പിളിൻ്റെ സുഗന്ധം ഉണ്ടാക്കുന്നത് അലൈൻ ഹെക്സനോയിറ്റ് ആണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലായനികൾ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ PSC ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിൽ കൂടുതലൊന്നും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും നോട്ട്സ് തയ്യാറാക്കി വളരെ നന്നായി പഠിക്കുക. പലതവണ കേട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് തവണ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഒരു റിവിഷൻ ആവും. അപ്പോൾ SSCRT ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC പള്ളിക്കൂടം എന്ന ചാനലിൽ LP UP അതുപോലെ തന്നെ LGSൻ്റെ റിവിഷൻ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ക്ലാസ്സുകളെല്ലാം പോയി കാണുക. നല്ല ഒരു റിവിഷൻ ക്ലാസ് ആയിരിക്കും LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. പ്രീവിയസ് ക്വസ്റ്റിനും അനുബന്ധ വസ്തുതകളൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ സ്വന്തമാക്കുക. അടുത്ത SSCRT ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും താങ്ക് യു.